അനുമോൾ കാണിക്കുന്നത് ശരിയായ ഒരു പ്രവൃത്തിയല്ല. രാവിലെ തന്നെ ആദിലയും നൂറയും അനുമോൾക്കെതിരെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അനുമോളുടെ മുമ്പിൽ വെച്ച് അനുമോൾ ചെയ്തതാണ് ശരി, അനുമോൾ നീ പറയുന്നതാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്ന ആദിലയും നൂറയും യഥാർത്ഥ മുഖം തുറന്നു കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദിലയും നൂറയും അനുമോളെക്കുറിച്ച് പറയുന്നത് അനുമോൾ അനീഷിന് ഹോപ്പ് കൊടുക്കുന്നുണ്ട്, പ്രതീക്ഷ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുമോളെ സംബന്ധിച്ച് ഒട്ടും അനീഷിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എന്നിട്ടും പ്രതീക്ഷ കൊടുത്ത് നിൽക്കുന്നത് അനുമോൾ ഒരു കോമ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്ന് നൂറ പറയുന്നു. അത് അനുമോളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണെന്ന്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തലേ ദിവസം രാത്രി വരെ, അതായത് ഇന്നലെ രാത്രി വരെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വിഷമിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ കരുതിയിരിക്കുന്നത് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടും ഒരു കോണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ്. എന്നാൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനുമോൾ അനീഷിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു നോ പറയാത്തതും ബ്രദറിനെ പോലെയാണെന്ന് മുഖത്ത് നോക്കി പറയാത്തതിൻ്റെയൊക്കെ റീസൺ അനുമോൾക്ക് നല്ല രീതിയിൽ പേടിയുണ്ട്. അനീഷിന് നല്ല രീതിയിൽ ഫാൻസ് ഉണ്ടെന്ന് ഓൾറെഡി അറിയാം. ലാലേട്ട വരുമ്പോഴാണെങ്കിലും ഫാമിലി വന്നപ്പോഴാണെങ്കിലും ഗസ്റ്റുകൾ വന്നപ്പോഴാണെങ്കിലും അനീഷിന് അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ അനുമോൾ ബ്രദറിനെ പോലെയാണെന്നും അല്ലെങ്കിൽ അനീഷിൻ്റെ സ്നേഹം നിരസിച്ചു കഴിഞ്ഞാൽ അനുമോൾക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനുമോളെ പൊങ്കാലിടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അനുമോൾ ഇങ്ങനെ പേടിച്ച് പറയണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇവരോട് ചോദിക്കുന്നത്. ഇവർ അനുമോളുടെ മുമ്പിൽ വെച്ച് വേറെ പറഞ്ഞിട്ട് ബാക്കിൽ കൂടി പറയുന്നത് ഇത്തരത്തിലാണ് കേട്ടോ. എനിക്കും പ്രേക്ഷകരോട് പറയാനുള്ളത് അത്തരത്തിൽ തന്നെയാണ്. എനിക്ക് അനുമോൾ ദിൽഷ സ്ട്രാറ്റജി കൊണ്ടുവരാൻ നോക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അവസാന ഘട്ടം വന്നിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയിട്ടല്ല, ഒരുപക്ഷെ പേടിച്ചിട്ടായിരിക്കും. പൊങ്കാലിടും, അനീഷിന്റെ ഫാൻസ് അത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം. എന്താണെങ്കിലും രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. നമുക്ക് നോക്കാം തീരുമാനം എന്താണെന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.